ഹലോ ഗൈസ്, ഇന്ന് ഞാൻ സോയാബീൻ കറി വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അതെങ്ങനെയാണ് അതിൻ്റെ റെസിപ്പി എന്ന് കാണിക്കാം. ഇതിനാവശ്യമായി സോയ കുതിർത്തിട്ട് വെള്ളത്തിൽ നിന്ന് എടുത്ത് കഴുകി വാരി വെച്ചതാണ് കേട്ടോ. അതിന് വേണ്ട സാധനം കുറച്ച് തേങ്ങ, 2 പട്ട, കുറച്ച് പെരിഞ്ജീരകം, 2 ഏലക്ക, 2 ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, കുറച്ച് വറ്റൽമുളക്, 3-4 തണ്ട് കറിവേപ്പിലയുണ്ട്. അതിന് വഴറ്റാൻ വേണ്ട സാധനം സവോള, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചാണ് കേട്ടോ. ഇനി നമുക്കിതിനെ വറുത്തെടുക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വറുത്തെടുക്കാം കേട്ടോ. ഈ സാധനം നമുക്ക് തേങ്ങ വറുത്തെടുക്കണ നേരം കൊണ്ട് ഇത് വേവിക്കാൻ വെക്കാം കേട്ടോ. സോയാബീൻ ഞാൻ നല്ല കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ നമുക്കത് വേവിച്ചെടുക്കാം. ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇതായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമ്മൾക്കിത് ചൂടാറിയതിന് ശേഷം ഇത് അരച്ചെടുക്കാം കേട്ടോ. മൈ പോലെ അരക്കണേ. നമുക്ക് ആ പാത്രത്തിൽ തന്നെ ഇച്ചിരി കടുക് ഇട്ടിട്ട് കടുക് പൊട്ടിച്ചിട്ട് ആ സാധനങ്ങൾ സവോളയും വഴറ്റി വെച്ചതൊന്ന് അരിഞ്ഞ് വെച്ച സാധനം വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് സോയ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുതിർത്തെടുത്ത കാരണം ഒരുപാട് നേരമൊന്നും വേഗം വെക്കണ്ട, പെട്ടെന്നായിക്കോളും. ഞാനിതിലേക്ക് ഒരു തക്കാളി കൂടെ അരിഞ്ഞ് വെച്ചത് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ ഇത് കാണിക്കാൻ വിട്ടുപോയതാണ്. അതും കൂടെ ഒന്ന് മൂത്ത് വന്നാൽ നമുക്കിത് നിർത്താം. ഇതായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് സോയ കൊട്ടാം. എന്നിട്ട് ഇതിനെ ഒന്ന് ഇതിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. മൂപ്പിക്കുക പറഞ്ഞാൽ ഒന്ന് ആ പച്ച മണത്തിൽ നിന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഇത്തിരി ഒന്നിങ്ങനെ വാട്ടിയെടുക്കാം. ഇത് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ വറുത്ത് വെച്ച തേങ്ങയുണ്ടല്ലോ അത് അരച്ചെടുക്കാം. മിക്സിയിൽ കുറച്ച് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. കുറച്ച് മതി. ഇത് നല്ലതുപോലെ നമുക്കിത് അരച്ച് ഇതൊരുവിധം ആയി കേട്ടോ. നമുക്കിതിലേക്ക് ആ ജാറ് കഴുകി വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെയൊന്ന് ഇത്തിരി ഒതുക്കി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം അടച്ച് വയ്ക്കാം കേട്ടോ. ഒരു കുഴപ്പമില്ലാണ്ട് ഇതാ ചൂടൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അത് ഒഴിക്കാം കേട്ടോ. ഇതാട്ടോ അരപ്പൊക്കെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ആയിട്ടുണ്ട് കേട്ടോ. നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കാം കേട്ടോ. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇതാട്ടോ സോയ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു.